ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 28 റിവ്യൂ ആണ്. ഈ എപ്പിസോഡൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ട് ആവാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ സമയമുള്ളപ്പോൾ ആ BB+ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുക. കാരണം അതിനകത്ത് കുറേയധികം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ രാത്രിയിൽ ഇപ്പോൾ കാര്യമായിട്ട് തന്നെ സംസാരവും ചർച്ചയും അലമ്പും വഴക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് അങ്ങോട്ട് തികയുന്നില്ല. അവർ ഈ രാത്രിയിലത്തെ അലമ്പൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് ഉച്ചവരെ ലൈവിനകത്ത് പ്രത്യേകിച്ച് സംഗതികളൊന്നും ഇല്ലാത്തതും ഉച്ച കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എന്തെങ്കിലും കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങുന്നതും. ആദ്യമൊക്കെ ഈ ഒരു ലൈവിൽ രാവിലെ കിച്ചണിലുള്ള അലമ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കിച്ചണിലൊന്നും വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഗെയിമിലേക്ക് അവർ എൻ്റർ ആയിട്ടുണ്ട്. 5 വൈൽഡ് കാർഡുകൾ ഹൗസിൽ കയറിയിരിക്കുകയാണ്. ഇതൊക്കെ എന്ത് വൈൽഡ് കാർഡുകൾ? കഴിഞ്ഞ തവണത്തെ വൈൽഡ് കാർഡുകളാണ് വൈൽഡ് കാർഡുകൾ. എന്തൊരു പ്രതീക്ഷയായിരുന്നു. വരുന്ന ഓരോ ആളുകളെ കുറിച്ചിട്ടും അവർ കളിക്കാൻ പോകുന്ന ഗെയിമുകളെ കുറിച്ചിട്ടൊക്കെ വൻ പ്രതീക്ഷകളായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേന് തൃപ്തിയായി. അതുകൊണ്ട് ഈ തവണ വൈൽഡ് കാർഡുകളിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തരത്തിലേക്കുള്ള പെർഫോമൻസുകളൊന്നും വൈൽഡ് കാർഡുകളുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കണക്കിന് അങ്ങനെ വലിയ ആരംഭ ശൂരത്വം ഇന്ന് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിൽ ജിഷിനൊക്കെ കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സാബു മാൻ വലിയ കുഴപ്പമില്ലാത്തൊരു ഇൻട്രോ ഒക്കെ നൽകിയിട്ടുണ്ട്. ലക്ഷ്മി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. പക്ഷേ ലക്ഷ്മി 2 ദിവസം കഴിയുമ്പോഴത്തേന് ലക്ഷ്മിയായിട്ട് ഒറിജിനലായിട്ട് വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടറുള്ള ആളാണെങ്കിൽ അതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തത്തിൽ വലിയ കോമഡി ആയി പോവും. അതേപോലെ പ്രവീണും വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ്. ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവർ വേറെ ഒരു വൈബിലുള്ള ആൾക്കാരാണ്. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസ്താനി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റാണ്. പുള്ളിക്കാരി എന്തിനാണ് വന്നത്? ആക്ച്വലി ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയാണ് വന്നത്. ആരുടെ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് വന്നത്? മസ്താനിയുടെ ഗെയിം കളിക്കാൻ വേണ്ടി വന്നത്. എന്നാൽ രേണു സുധിക്ക് ഒരു ഗെയിം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്കുള്ള പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെക്കുന്നത്. എന്തൊരു മണ്ടത്തരാണ്. രേണു സുധിയെ മൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം പുള്ളിക്കാരി ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് പോകാനായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. വെറുതെ രേണു സുധിക്ക് വേണ്ട മസ്താനി വേണ്ട, എനിക്ക് സ്പേസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വെറുതെ സൂപ്പർഫിഷ്യലായിട്ട് കുറച്ച് കളിയാക്കലുകൾ, ഹെയ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഇഷ്ടക്കേട് രേണു സുധിക്ക് എതിരെ ആളുകൾക്കുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ വന്ന് ആ ഒരു സാധനം വൻ രീതിയിൽ എടുത്തിട്ട് ശരിക്കും നെഗറ്റീവ് ആകാൻ പോകുന്നത് ഈ മസ്താനി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ആയിരിക്കും. ഈ രേണു സുധി വിധവ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമല്ല നിൽക്കുന്നത് എന്ന് പുറത്തുള്ള ആൾക്കാരും അകത്തുള്ള ആൾക്കാരും ഒക്കെ ഒന്ന് വിചാരിക്കുന്നത് നന്നായിരിക്കും. അവരൊരു അമ്മ കൂടിയാണ്. അപ്പോൾ ഈ കലാഭവൻ സരിക കഴിഞ്ഞ ദിവസം പുറത്ത് വന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് നേരത്തെ ഒന്ന് ശ്രദ്ധിച്ചതും കൂടെയാണ്. ഈ രേണു സുധിക്ക് മക്കളെ കുറിച്ചിട്ടുള്ള ചില ആദികളും ആകുലതകളൊക്കെ ഉണ്ട്. അത് അവർ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ ക്യാമറയുടെ അടുത്ത് പോയി സംസാരിക്കുന്നത് മുഴുവൻ അവരുടെ കുട്ടികളോട് അവർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെയാണ്. പല സാഹചര്യങ്ങളിലും അതൊക്കെ തന്നെയാണ്. അല്ലാതെ അവർ ക്യാമറ സ്പേസ് എടുക്കുന്നൊന്നുമല്ല. കണ്ടസ്റ്റൻസ് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അവർ കുട്ടികളോട് പറയേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവർക്ക് സ്പേസ് കിട്ടി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ ചില വിഷമങ്ങൾ പുറത്തേക്ക് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ അവിടെ ആ ഒരു ഗ്രൂപ്പിൽ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം രേണു സുധി കളിക്കാത്തത് അല്ല എന്ന് ഞാൻ ഈ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നു. രേണു സുധിയുടെ ഒരു വൈബിന് പറ്റണ ആൾക്കാർ അവിടെ ഇല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ രേണു ഒരു സെലിബ്രിറ്റി എന്നുള്ളതല്ല, ഒരു കോമണർ ലെവലിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവരുടെ ലെവലിലുള്ള ആളുകൾ അവിടെ ഇല്ലാത്തതുകൊണ്ടും ഇവിടെ 2 ഗ്രൂപ്പ് ആയതുകൊണ്ടൊക്കെയാണ് അവർക്ക് മിണ്ടാനും പറയാനുമായിട്ട് ഒന്നും ഇല്ലാത്തത്. പല്ല് ഇലയ്ക്കുന്നതല്ലോ, ശരിയായിരിക്കുമോ എന്നാണെന്ന് പറഞ്ഞാലും ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പം മസ്താൻ ഇവിടേക്ക് വന്നിട്ട് സുധിച്ചേട്ടനെ കളിയാക്കരുത്, മുകളിലിരിക്കുന്ന ആളല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. അതേപോലെ തന്നെ നീ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു. വന്ന ഉടനെ തന്നെ ഈ രേണു സുധിയെ നീ എന്നൊക്കെ വിളിക്കാൻ തക്ക തരത്തിലേക്കുള്ള എന്ത് ദേഷ്യമാണ് മസ്താനിക്ക് ഉണ്ടായത് എന്നുള്ളതറിയില്ല. അതേപോലെ തന്നെ ഹൗസിലുള്ള ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാ നീ എന്നൊക്കെ വിളിച്ച് തുടങ്ങിയത് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലേക്കുള്ള അലമ്പുണ്ടാക്കിയതുകൊണ്ടാണ്. ഈ വൈൽഡ് കാർഡുകൾ ഇപ്പോൾ വന്നത് നന്നായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനിയുടെ ക്യാപ്റ്റൻസി ഏകദേശം കഴിയാറായല്ലോ. ആ ചങ്ങായിയെ കൊണ്ടൊന്നും താങ്ങില്ല. ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് തന്നെ പുള്ളിക്ക് പറ്റണില്ല. എന്തെങ്കിലും ഒരു അലമ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അതിനകത്തേക്ക് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ക്യാപ്റ്റനുമായിട്ടായിരിക്കും ബാക്കിയുള്ള ആളുകൾക്ക് പ്രശ്നം. കാരണം ക്യാപ്റ്റൻ ഒരു നിഷ്കളങ്കനും അതേസമയം ഇത്തിരി മോശക്കാരനായതുകൊണ്ട് വായിൽ നിന്ന് നല്ല വർത്താനം വരും. എന്ത് തെറിയാണ് പറഞ്ഞതെന്നുള്ളത് അറിയില്ല. ആദില, നൂറ എന്നിവരെ ചേർത്തിട്ട് ആദിലയോട് ഡയറക്റ്റായിട്ട് ഒരു വൃത്തികെട്ട തെറി പറഞ്ഞു. ആ തെറി എന്താണെന്നുള്ളത് ഞാനിങ്ങനെ കമൻറ്റ് ബോക്സിൽ നിന്നൊക്കെ മനസ്സിലാക്കി. വളരെ മോശം, ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തൊരു തെറി. ആദിലയുടെ മുഖത്ത് നോക്കി വിളിച്ചതുകൊണ്ടാണോ, ആദില അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുത്ത് സ്ട്രിക്റ്റായിട്ട് ഇടുന്നത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ആദിലത് വിട്ടുകൊടുക്കാനായിട്ട് തീരെ റെഡിയല്ല. നോറ കുറച്ചും കൂടെ ഒരു ഈസി ഗോയിങ് ആണ്. അവർ ആ ഒരു മൊമെൻറ്റിൽ ആരോട് എന്ത് പറയണമെന്നുള്ളത് അവർക്കറിയാം. അവരത് കൃത്യമായിട്ട് പറയും, അടിച്ചിരുത്തി കളയും. അവർ ഈ സാധനം ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു ഗെയിമായിട്ടൊന്നും കൊണ്ടു നടക്കുന്ന തരത്തിലേക്കുള്ളൊരു വൈബല്ല.
അപ്പോൾ അത് അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിലൊരു സാധനത്തെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വളരെ ഡെപ്ത് ഇങ്ങനെ പിടിച്ച് പോകുമ്പോൾ നൂറ് ആ ഒരു സംഭവമൊക്കെ സെറ്റാക്കി വിടും. ഇപ്പോൾ റെന ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ അങ്ങനെയാണ് ഇന്നൊരു പ്രശ്നമായിട്ട് മാറുന്നത്. കാരണം റെന പൊട്ടിക്കരയുന്നു. റെനയെ ഇങ്ങനെ കരയിക്കാനായിട്ട് ഇവർക്ക് പറ്റി എന്നുള്ളത് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് ഇവരുടെ ഭാഗത്തും കുറച്ച് സംസാരത്തിലെ സംസ്കാരമില്ലായ്മ ഉണ്ട് എന്ന് എനിക്ക് ഇന്നലത്തെ ആ ഒരു പരിപാടി കണ്ട സമയത്ത് തോന്നി. അവിടെ അങ്ങനെയുള്ള അവരുടെ ഒരു വൈബിലുള്ള സംഭവമാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്കൊരു അഭിപ്രായം പറയാം. റെനയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് അവിടെ ഒരു സംസാരമൊക്കെ വരുന്നു. റെന അത് വേറൊരു രീതിയിൽ പറയുന്നു. ഇവരും ചെറിയ രീതിയിൽ ചെറിയ സദാചാരമൊക്കെ പറയുന്ന ആളുകളാണ്, ആളുകളെ ജഡ്ജ് ചെയ്യുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ സ്പെഷ്യലി ഞാൻ പറഞ്ഞിരുന്നു, ഈ ആണത്തം നട്ടല്ല എന്നീ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ ഇവർ വേറൊരു ഡിസ്കഷനിങ്ങളുടെ ഭാഗമാണ്. മറ്റേ ജിസേൽ ആര്യൻ തമ്മിലുള്ള ഒരു സംഭവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് മസ്താനി ഹൗസിലേക്ക് വന്ന് പറയുന്നുണ്ട്. ആ ഒരു കിടക്ക ഷെയർ ചെയ്ത് കിടക്കുന്ന പരിപാടിയും അതൊക്കെ മൊത്തത്തിൽ ഈ സീസണിൽ സ്പൈസസ് ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവമാക്കി മാറ്റാനായിട്ടായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അനുമോൾക്കൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഇതത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആകുമെന്നുള്ളത്. പക്ഷേ ഷാനവാസിനെ പോലുള്ള ആളുകൾ ഇതിലേക്ക് വലിയ കുതുകികളാണ്. അപ്പോൾ അയാൾ അത് സൂക്ഷ്മതയോടെ കേട്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഹൗസിലെ കാര്യങ്ങൾ. ഏതായാലും വൈൽഡ് കാർഡുകളെ സ്വീകരിച്ചിരുത്താനായിട്ട് 5 ആളുകളെ കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് നിയോഗിക്കുന്നുണ്ട്. ജിഷിനെ സ്വീകരിക്കാനായിട്ട് ഷാനവാസിനെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ തല്ലുമാലയിലെ പാട്ടൊക്കെ ഇട്ടിട്ട് ജിഷിൻ ഇങ്ങനെ കടന്നു വരികയാണ്. അവർ മച്ച ബന്ധമൊക്കെയാണല്ലോ. അവരെല്ലാം ഏഷ്യാനെറ്റിലെ സീരിയലിൻ്റെ ആൾക്കാരൊക്കെയാണ്. വലിയ സന്തോഷമായി, ഷാനവാസിനും ജിഷിനും ഒക്കെ വലിയ സന്തോഷമായി. അപ്പോൾ ആദ്യം തന്നെ ഹൗസിലെ ഓരോ ഏരിയകൾ പരിചയപ്പെടുത്തുകയാണ്. കിച്ചൺ പ്രധാനമായിട്ടും അടികൾ നടക്കുന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ഡൈനിങ് ടേബിൾ, ഇവിടെയും അടികൾ നടക്കാറുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ബെഡ്റൂം, ഇത് മണിയറയല്ല അല്ലെങ്കിൽ കിടപ്പറയല്ല, ഇത് അടിയറയാണ് എന്ന് പറയുന്നു. ബാത്റൂം, ഇവിടെ പണിയെടുക്കേണ്ടി വരുമെന്നുള്ള ഒരു സൂചന കൊടുക്കുന്നു. ജയിൽ കാട്ടി കൊടുക്കുന്നു. അതിനുശേഷം ജിഷിൻ നോറയോട് പറയുന്നുണ്ട്, നേരിട്ട് കാണുമ്പോൾ നല്ല സുന്ദരിയാണ്. അങ്ങനെയുള്ള കമൻറ്റ്. അങ്ങനെ കമൻ്റ് അടിച്ച ഒരാളുണ്ടായിരുന്നല്ലോ, അത് അനീഷാണല്ലോ അല്ലേ. അതിനുശേഷം അനീഷ് ജിഷിനെ പരിചയപ്പെടുകയാണ്. ജിഷിൻ്റെ പേരെന്താണ്? അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു അനീഷ് മറ്റേ ചെറിയൊരു രീതിയിൽ അന്നത്തെ അനീഷിൻ്റെ ആ ഒരു പരിപാടി പോലെ കൊട്ടാൻ വേണ്ടി ചോദിച്ചതാണ്. ചിലപ്പോൾ അനീഷിന് അറിയത്തുണ്ടായിരിക്കില്ല കേട്ടോ. പക്ഷേ ഇത് നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ട്, അനീഷ് ഇങ്ങനെ വേറെ ഒരാളോട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ജിഷിൻ അത് എൻ്റെ അടുത്ത് വേണ്ട, നമ്പർ വേണ്ട എന്ന് വാൺ ചെയ്യുന്നുണ്ട്. പിന്നെ ജിഷിൻ നേരെ രേണുസുധിയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പം രേണുസുധി അവിടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. സുധി ചേട്ടാ ജിഷിൻ വന്നു കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം റെന ഫാത്തിമയാണ് മസ്താനിയെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. പഞ്ചാര നീ എന്നുള്ള പാട്ടൊക്കെ ഇട്ടിട്ടാണ് മസ്താനി വരുന്നത്. മൊത്തത്തിലൊരു പഞ്ചാരമായുള്ള ഇൻ്റർവ്യൂസിൽ കൂടെ ശ്രദ്ധയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മസ്താനി. മസ്താനിയിലൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോ ലെവൽ തൊട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവൽ വരെയുള്ള ആളുകളെ ഡീൽ ചെയ്യാനായിട്ട് ഇതുവരെ പഠിച്ചിട്ടുണ്ട്. എവിടേക്കോ കിടക്കുന്ന എല്ലാ അലമ്പ് പിടിച്ച ടീമിനെയും പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് അവരുമായിട്ട് വൈബൊക്കെ അടിച്ച് നിൽക്കുന്ന മസ്താനിക്ക് ഇവിടെയുള്ള എല്ലാ കച്ചറകളും സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അങ്ങനെ മസ്താനി വരികയാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സംഗതി, റെനയുടെ മസ്താനിയുടെ സൗണ്ട് മോഡുലേഷൻ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ഈ റെനയുടെ സൗണ്ട് മോഡുലേഷൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് മസ്താനി ഒരു ബോണസ് ആയിരിക്കും. നന്നായിട്ട് അവിടെ സെറ്റാകും. അനീഷ് പ്രവീണയാണ് വെൽക്കം ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു ബിഗ് ബോസ് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. വളരെ ഫോർമലായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി പോയ ഒരാളെ പോലെ, ഗസ്റ്റിനെ ആനയിക്കുന്ന പോലെയാണ് അനീഷ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. അതിനുശേഷം ആര്യനാണ് സാബു മാനെ മറ്റേ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. സാബു മാൻ കൊള്ളാമല്ലേ, സാബു മാൻ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. സാബു മാനെ കണ്ട സമയത്ത് നെവിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള അലർച്ച കരച്ചിൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെവിന് മാത്രമേ അങ്ങനെ ആണുങ്ങളിൽ ഈ അലറാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ത്രീകൾ അലറുന്നത് പോലെ അലറാനായിട്ട് ആണുങ്ങൾക്ക് അധികം പറ്റാറില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നെവിനെ കൊണ്ട് പറ്റുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയുടെ ഇതിലേക്കൂടെ ഒരു സാധനം കയറി ഇപ്പുറത്തൂടെ ഇറങ്ങിപ്പോകും. പിന്നീട് നെവിനാണ് സ്വീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത്. ആരാണ്? ലക്ഷ്മി UK എന്നുള്ളതാണ് അക്ബർ പേരിട്ടത്. അക്ബർ എങ്ങനെ പേരൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി നൈസായിട്ടുള്ളൊരു പരിപാടിയാണ്. അക്ബറും ഷാനവാസും കിട്ടില്ലൻ ടീമുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യ ശക്തികളാണ്. ശരിക്കും അക്ബറിനെ ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു സംഗതിയും അക്ബറിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അക്ബർ വളരെ റോങ് ഗെയിമാണ് കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അക്ബറിൻ്റെ ചേട്ടനാണ് ഷാനവാസ്. റോങ് ഗെയിമും കളിക്കും, കയ്യിലിരിപ്പ് മഹാമോശം, ആക്രമണ സ്വഭാവവും കലിപ്പും എല്ലാ സാധനമുണ്ട്. പക്ഷേ ഈ 2 ആൾക്കാരെയും എനിക്ക് ഓക്കെയാണ്. അവരവിടെ നിൽക്കട്ടെ എന്നുള്ള ചിന്തയാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. കാരണം ഇവർക്ക് ഒരു മടിയില്ല. ഇവർക്ക് 2 ആൾക്കാർക്ക് ഒരു മടിയില്ല. ഒട്ടും ഇമേജ് കോൺഷ്യസ് ഒന്നുമല്ല. അടിച്ച് കീറും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് കീറിയിടും. അതിൽ ഷാനവാസിൻ്റെ അനീഷിൻ്റെ ആ ഒരു കോംബോ വളരെ രസമാണ്.
ശോഭയുടെ മകിൽ ബാരാറുടെയൊക്കെ കോംബോ പോലെ ഇവരങ്ങോട്ട് ടോം ആൻഡ് ജെറി ഫൈറ്റൊക്കെയാണ്. അത് രസമുള്ള പരിപാടിയാണ്. പിന്നെ അനീഷിൻ്റെ സഭ്യമായിട്ടുള്ള പവിത്ര തെറികളൊക്കെ ഓരോ ഭാഗത്ത് വരും. കടിഞ്ഞൂൽ പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു. കൊളോക്കിയലായിട്ടുള്ള നാട്ടുമ്പുറ ഭാഷയാണ്. വൈൽഡ് കാർഡുകളായി വന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ടാസ്ക് ഉണ്ടായിരുന്നു, ഗംഭീരമായിട്ടുള്ള ഒരു ടാസ്ക്. സീസൺ 7 ഒരു പ്രത്യേകതയായിട്ട് ഒഫീഷ്യലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ എല്ലാ ആളുകളും പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ഗ്രൂപ്പ് കളിയാണ്, 2 ഗ്രൂപ്പ് കളിയാണ്. അപ്പോൾ ഈ ഗ്യാങ് കൂടി കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളെ തിരിച്ചറിയുന്ന അവർക്കൊരു ഹിൻഡ് കൊടുക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ ഈ വൈൽഡ് കാർഡുകൾ പറയണം ആരാണ് ഏറ്റവും കുടിലമായി ക്രൂക്ഡായിട്ട് ഗ്യാങ് കൂടി ഗെയിം പ്ലാൻ ചെയ്യുന്ന ഒരാൾ. അതേപോലെ തന്നെ ഈ ഗ്യാങ്ങിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഗ്യാങ് ഉണ്ട് എന്നുള്ളതും ഒക്കെ അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്. അതേപോലെ തന്നെ ബോറിംഗ് ആയിട്ടുള്ള ആൾ, ബിഗ് ബോസ് ഹൗസിൽ ഒട്ടും കൊള്ളത്തില്ലാത്ത, നിൽക്കേണ്ട, പുറത്തു പോകണം എന്ന് തോന്നുന്ന ആളാരാണ്. ഈ 3 കാര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കണം. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന എന്തിനാണ്? നിലവിലുള്ള ഗെയിമിൽ നിന്ന് എന്തെങ്കിലും മാറ്റാനായിട്ട് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടിട്ട് മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത് കൃത്യമായിട്ട് അവരെ അറിയിക്കേണ്ട സംഗതിയാണ്. ചില ആളുകൾക്ക് ആ ഒരു കേപ്പബിലിറ്റി അല്ല, അവർ റോങ് ആയിട്ടുള്ള ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണിത്. ഇപ്പോൾ UK ലക്ഷ്മി പറയുന്നത് അക്ബറാണ് ഈ ഗ്യാങ്ങൊക്കെ ഫോം ചെയ്തിട്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്ന റോങ് ആയിട്ടുള്ളൊരു ഗെയിമർ. അതേപോലെ തന്നെ ബിന്നി ഈ ഗ്യാങ്ങൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ടും ഗ്യാങ്ങിൻ്റെ ഭാഗമായിട്ടും പലപ്പോഴും പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ പോവുകയാണ്. ശൈത്യ ഒരു ഗുണവുമില്ല, ഒരു ഗെയിമിലും ആക്റ്റീവ് അല്ല, വെറുതെ ഇങ്ങനെ നിന്ന് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. മസ്താന് വരുന്നു, അപ്പാന് ശരത്തിനെ ഗ്യാങ് ഫോം ചെയ്ത് ഗെയിം കളിക്കുന്ന ഒരാളായിട്ട് പറയുന്നു. ഇവർക്ക് വേറെ ഒരാൾ പറഞ്ഞ ഒരു പേര് പറയാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇവരോരോ ആളുകളുടെ പേര് പറയുന്നത്. ചിലപ്പോൾ വന്ന ആളുകൾക്ക് കോമൺ ആയിട്ട് ഒരാളെയൊക്കെ ആയിരിക്കും തോന്നുക. അതും ഒരു ഗെയിമാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും കവർ ആവില്ലല്ലോ. മാക്സിമം ആൾക്കാരെ കവർ ചെയ്ത് അവരുടെ ന്യൂനതകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചിട്ടുള്ള വിമർശനങ്ങൾ അവരെ അറിയിച്ചെങ്കിൽ മാത്രമേ ഗെയിം മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് അത് അങ്ങനെ അറിഞ്ഞു കൊടുത്തതാണ്. അപ്പാനിയാണ് ഈ ഗ്യാങ്ങൊക്കെ ഫോം ചെയ്യുന്നതെന്ന് മസ്താനി പറയുന്നു. ആര്യനാണ് ഈ ഗ്യാങ്ങിലൊക്കെ ഉണ്ടായിട്ട് ഒന്നും അറിയാത്തതുപോലെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. പിന്നെ രേണു സുധിയാണ് ഇവിടെ നിൽക്കാനായിട്ട് യോഗ്യതയില്ലാത്ത ഒരാൾ. ഇത്ര ക്യാമറകൾ ഉണ്ടായിട്ടും 1077 ക്യാമറ ഉണ്ടായിട്ടും അതിലൊന്നും പെടാതെ നടക്കുന്ന ഒരു കഴിവിനെ കുറിച്ചിട്ട് പറയുകയുണ്ടായി. രേണു സുധി വളരെ സന്തോഷം, എൻ്റെ കണ്ടൻറ്റ് പോകുന്നില്ലെങ്കിൽ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പുറത്തായിരുന്ന സമയത്ത് ഫുൾ ടൈം ക്യാമറകളായിരുന്നല്ലോ, ഉള്ള മഞ്ഞകളും മൊത്തം പുറകെ നടന്ന് അവർ ശല്യം ചെയ്യായിരുന്നല്ലോ. അങ്ങനെ ക്യാമറകളുടെ ശല്യമില്ലാതെ കുറച്ച് ദിവസം ഒരിടത്ത് വിശ്രമിക്കുക എന്നുള്ളതായിരുന്നായിരിക്കാം രേണു സുധിയുടെ ഒരു പ്രയോറിറ്റി. അപ്പോൾ അവർക്ക് അതിലൊരു വലിയ സന്തോഷം കിട്ടിയിട്ടുണ്ടാകും കേട്ടോ. അതിനുശേഷം പ്രവീൺ വരുന്നു, ഷാനവാസിനെ പറയുന്നു. ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളാണ് ഷാനവാസ്. ഒനിയിൽ ഈ ഗ്രൂപ്പിൻ്റെയൊക്കെ ഭാഗമാണ്, എന്നിട്ടൊന്നും അറിയാത്തതുപോലെ പോകുന്നു. അനീഷാണ് ഗെയിമിൽ ഒരു ഗുണമില്ലാത്ത ഒരാൾ, ഇവിടെ നിൽക്കേണ്ടാത്ത ബോറിംഗ് ആയിട്ടുള്ള ഒരാൾ. ബോറിംഗ് ആയിട്ടുള്ള ആളെ കാണിച്ചു കൊടുക്കാനാണല്ലോ പറഞ്ഞത്. ജിഷിൻ വരുന്നു, അഭിലാഷിനെ പറയുന്നു. ഒറ്റയ്ക്ക് നിന്നിങ്ങനെ കളിക്കുന്നു എന്നുള്ള വ്യാജേന ഗ്രൂപ്പുമായി പോകുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ്. ജിസേലിനെ പറയുന്നു ഗ്യാങ്ങിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ഗ്യാങ്ങിലുള്ള ആളുകളുടെ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും കണ്ടില്ല എന്നടിക്കും. റെനയാണ് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ്, വെറുപ്പിക്കലാണ്. റെനയുടെ സൗണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. വീട്ടിലായിരിക്കുന്ന സമയത്ത് റെന വരുമ്പോൾ TV ഓഫ് ചെയ്യായിരുന്നു എന്നൊക്കെ ജിഷിൻ പറയുന്നുണ്ട്. സാബുമാൻ പറയുന്നത് ആദില, അനു എന്നിവരുടെ ആ ഒരു ഗ്യാങ്ങിൻ്റെ മെയിനായിട്ടുള്ള ആൾ നൂറയാണ്. അതേപോലെ തന്നെ ഇവിടെ ഗ്യാങ്ങിലായിട്ടും ഒന്നും അറിയാത്തതുപോലെ പോകുന്ന കണ്ടസ്റ്റൻ്റ് അനുമോളാണ്. ആദിലാണ് ഇവിടെ നിൽക്കേണ്ടാത്ത ഒരാൾ, ബോറിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ്, ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഓരോ അംഗീകാരങ്ങളായിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ആരും പറയാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഒന്നിലും വരാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നുള്ളൂ, നെവിൻ. അതുകൊണ്ട് തന്നെ നെവിൻ ഒരു സ്പെഷ്യൽ ടാസ്ക് കിട്ടുകയാണ്. നെവിനെ ആരും പറയാത്തതുകൊണ്ട് നെവിൻ അവർക്കൊരു നന്ദി പ്രകാശനം നടത്തണം. അതേപോലെ തന്നെ അവർക്കൊരു സ്വാഗത പ്രസംഗം നേരണം. അതിനുശേഷം ഈ ബിഗ് ബോസ് ഹൗസിൽ പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണനകളോ സീനിയേഴ്സിനോ ജൂനിയേഴ്സിനോ ഇല്ല. പുതുതായിട്ട് വന്ന ആളുകൾക്കും സെയിം പരിഗണനയുള്ളൂ. അങ്ങനെ വലിയ ഒരു വ്യാമോഹം വേണ്ട എന്ന് ബിഗ് ബോസ് വാൺ ചെയ്യാനും ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പുതുതായിട്ട് വന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കിട്ടിയത് യൂണിഫോമാണ്. യൂണിഫോമാണ് കിട്ടിയത്. അപ്പാനി ഇത് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഒത്തിരി ദിവസം ഇവിടെ കഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വന്ന ആളുകൾക്കൊക്കെ ഓരോ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ഇവർ സ്വീകരിച്ചത് കേട്ടോ. ഇതോടൊപ്പം നെവിന് വേറൊരു ടാസ്ക് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ ചലഞ്ചസ് ആയിരിക്കും ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരിക, അവർ ആരെയായിരിക്കും നേരിടേണ്ടി വരിക എന്നുള്ള ഒരു സൂചന കൊടുക്കേണ്ടതുണ്ട്. ജിഷിനോട് പറയുന്നത് അനീഷിനെ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. മസ്താനിയോട് പറയുന്നത് അനുമോളെ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഇവർ സുന്ദരികളാണല്ലോ, ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികളാണ്. പ്രവീണോട് പറയുന്നത് ഷാനവാസിനെ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. പ്രവീണും ഷാനവാസും ഒക്കെ ഒരേ വൈബാണ് എന്നുള്ളതാണ് നെവിൻ്റെ കണ്ടുപിടുത്തം.
സാബുമാനോട് പറയുന്നത് നെവിൻ എന്നെ തന്നെയായിരിക്കും സാബുമാൻ നേരിടേണ്ടി വരിക. ഈ ക്യൂട്ട്നെസ്സും മെഴുകലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു, അത്ര ക്യൂട്ട്നെസ് ഒന്നും ഇടണ്ട. നെവിന് പറഞ്ഞിട്ടുള്ളതാണത്. എല്ലാ ആളുകളോടും ചിരിച്ച് കളിച്ച് ഇടപെടുന്ന ആ ഒരു കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ തന്നെ നേരിടേണ്ടി വരും. അതേപോലെ ഓർത്തപ്പോൾ പറഞ്ഞു ആര്യനെയും നേരിടേണ്ടി വരും. നെവിൻ ആ ഒരു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. നെവിൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള സൗന്ദര്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ലക്ഷ്മിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇച്ചിരി പൊക്കിയടിക്കുകയാണ്. നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റനായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരാളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ലക്ഷ്മി ഇത്തിരി ധൃതികാരിയാണ്, ഇത്തിരി കലിപ്പത്തിയാണ്. പറ, ആരെയാണ് എനിക്ക് എതിരെന്ന് പറ, അനുമോളയാണെന്ന് പറ. അതെന്തൊരു മണ്ടത്തരാണ് ലക്ഷ്മി കാണിച്ചത്. അനുമോളൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അനുമോളൊക്കെ എന്തോ വൻ ഗെയിമറാണെന്നൊക്കെ അനുമോൾ വിചാരിക്കൂലേ? വേറെ ഏതൊക്കെയോ ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അത്ര രീതിയിൽ ഗെയിം കളിക്കാത്ത അല്ലെങ്കിൽ കളിച്ച് പതുക്കെ കയറി വരുന്ന വല്ല അതിലേക്ക് പറഞ്ഞായിരുന്നെങ്കിൽ അതിനകത്തൊരു ഗെയിം ഉണ്ടായിരുന്നു. അനുമോൾ ഒന്നെങ്കിലേ ഇപ്പോൾ തന്നെ താഴത്തും അല്ല തലയിലും അല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ജിഷിനൊക്കെ വന്ന സമയത്തേ അനുമോൾ ഞങ്ങളുടെ ഗ്യാങ് പവറായടാ, എട്ടന്മാരൊക്കെ വന്നടാ എന്നുള്ള മൂഡിലാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഗ്യാങ് കൂടി എല്ലാവരും ഞങ്ങൾക്കെതിരെ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പറയുന്നത് എന്താണ്, ഇപ്പോഴാണ് എനിക്കൊരു പവറായത്, ഞങ്ങൾ 5 പേരായി എന്നൊക്കെയുള്ള പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോളാണ് സീസണിലെ ലെക്കുള്ളൊരു കണ്ടസ്റ്റൻറ്റ്. കാരണം കൂടെയുള്ള ആളുകളുടെ കുറേയധികം ചെറിയ ലൂപ്പ് ഹോൾസിൽ കൂടെയാണ് അനുമോൾ കളിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും എവിടെയോ എന്തൊക്കെയോ ചെറിയൊരു പാളിച്ചുണ്ട്. അതിൻ്റെ ഗ്യാപ്പിലാണ് അനുമോൾ കയറിയിരിക്കുന്നത്. അനുമോൾക്ക് ആദില, നൂറ, അതേപോലെ തന്നെ ശൈത്യയൊക്കെ കൂടെ ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് ആണ്. അവരില്ലെങ്കിൽ അനുമോളില്ല. ശൈത്യ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അനുമോൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ്. ഈ ശൈത്യം ഇങ്ങനെ കളം മാറി ചവിട്ടുന്നു എന്നൊക്കെ ജിഷിനോട് പറയുന്ന ആ ഒരു കാര്യം ശൈത്യക്ക് ദേഷ്യമായിട്ട് തോന്നുന്നുണ്ട്. ശൈത്യം അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അനുമോളെ ഒന്നും ഇവരൊന്നും അംഗീകരിക്കുന്നില്ല, പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. അനുമോളുടെ കയ്യിൽ കുറേ പ്രശ്നമുണ്ടെന്നുള്ളത് ഇവർക്കറിയാം, അവരത് തുറന്ന് പറയുന്നുണ്ട്. നെവിൻ ഈ ഒരു പ്രസംഗമൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് നിർത്തല, ബോറിംഗ് ആണ്, അങ്ങനെയാണ്ടൊക്കെ പറഞ്ഞ് നെവിനെ ആക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ അതിന് മറുപടി പറയുന്നതിനോടൊപ്പം ജിഷിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ടില്ലേ ഷാനവാസ്, മനസ്സിലായില്ലേ, നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ തന്നെ ഷാനവാസിന് പ്രശ്നമായി. അപ്പോൾ ജിഷിൻ കണക്കിന് തിരിച്ചു കൊടുത്തു. അതിന് നീ എന്തിനാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ? അതെല്ലാ ആളുകളിലും ചിരി ഉളവാക്കിയ നെവിൻ അങ്ങ് ഇല്ലാണ്ടായി പോയ ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ശ്രദ്ധേയമായി ഉണ്ടായിരുന്നത് നമ്മുടെ ജിഷിനും അതേപോലെ തന്നെ പ്രണവും ബാത്റൂമിലേക്ക് ചെന്ന സമയത്ത് അവിടെ ബക്കറ്റിൽ തുണി കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അത് ആരുടെയാണ്, വന്നെടുത്തുകൊണ്ട് പോകൂ, ബക്കറ്റ് ഫ്രീ ആക്കൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആര്യൻ എന്ന ചങ്ങായിയാണ് അങ്ങോട്ടേക്ക് വന്നത്. അയാളൊരു 0 ഈഗോ ഉള്ള മെയിൽ കണ്ടസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ജിസേലിൻ്റെയും റെനയുടെയൊക്കെ തുണി എടുത്ത് പിഴിഞ്ഞ് മാറ്റി ബക്കറ്റ് ഫ്രീ ആക്കുകയാണ്. അപ്പോൾ അത് ജിഷിൻ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ യഥാർത്ഥ ഓണേഴ്സ് വന്ന് എടുത്തുകൊണ്ട് പോകണ്ടേ, നീ എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ, നീ സ്ത്രീകളുടെ അടിപ്പാവാട കഴുകുന്ന ആളാണോ, അങ്ങനെയൊക്കെ ഒരു കമൻറ്റൊക്കെ ചോദിച്ചു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു അലമ്പിലേക്കോ വാഗ്വാദത്തിലേക്കോ പോയില്ല. അവിടെയൊക്കെ ആര്യൻ്റെ ഭാഗത്തു നിന്നൊന്നും മിണ്ടിയില്ല, ഒന്നും വന്നില്ല. അനുമോളുടെയൊക്കെ അടുത്ത് വൻ ഷോ കളിക്കുന്ന ആര്യൻ അവിടെയൊന്നും മിണ്ടിയില്ല. വേണ്ട ഏട്ടാ, വന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് പോയി. ഇതിനുശേഷം ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ അനുവിനും ജിസേലിനും ഉള്ള ആ ഒരു ജയിലിൻ്റെ ടൈമിങ്ങിനെ കുറിച്ചിട്ട് ബിഗ് ബോസ് പറയുകയാണ്. അവർ ഈ ലൈറ്റ് ഓഫിന് മുന്നേ ഉള്ള 2 മണിക്കൂറാണ് ജയിലിൽ കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ ഏകകണ്ഠമായിട്ട് ആ ഒരു തീരുമാനം എടുത്ത് അവർ ഒരുമിച്ച് ആ ഒരു തീരുമാനം എടുത്തത് ആളുകളിൽ അത്ഭുതം ഉണ്ടാക്കി. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് രസമുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു, ഡിഫിക്കൽട്ടും ആയിരുന്നു. നെവിൻ അതേപോലെ തന്നെ ബിന്നി, റെന എന്നിവരായിരുന്നു ടാസ്കിൽ മത്സരിച്ചത്. പരസ്പരം കാലുകൾ കെട്ടണം, അതേസമയത്ത് കാലുകളിലെ കെട്ടഴിക്കണം. അപ്പോൾ കെട്ടഴിക്കാനായിട്ടാണല്ലോ പാട്, കെട്ടാനായിട്ട് പിന്നെ എങ്ങനെയൊക്കെ കെട്ടാം. അപ്പോൾ കെട്ടഴിക്കുന്ന കാര്യത്തിൽ വാശിയേറിയ പോരാട്ടമായിരുന്നു. നെവിൻ അങ്ങനെ വിജയിച്ചു. നെവിനാണ് അടുത്ത ക്യാപ്റ്റനായിട്ട് വരുന്നത്. രേണു സുധി അക്ബറിനെയും റെനയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അക്ബർ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു, ഇറിറ്റേറ്റ് ചെയ്യുന്നു, പുറകെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് രേണു സുധിയും പറയുന്നത്. റെനയെ കുറിച്ചിട്ടും പറയുന്നത് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കുന്ന ഒരു കാര്യമാണ്. അനീഷ് ശൈത്യനെ പറയുന്നു, ശൈത്യ ആക്റ്റീവ് ആകുന്നു, ഇടയ്ക്ക് ആക്റ്റീവ് ആകുന്നില്ല. അതേപോലെ തന്നെ അനുവുമായി ബന്ധപ്പെട്ട ആ ഒരു ഗ്യാങ് അനുവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ശൈത്യനെ പറയുന്നു. അതേപോലെ തന്നെ ശരത്തിൻ്റെ ഇന്നലത്തെ തെറിയുമായി ബന്ധപ്പെട്ട് ശരത്തിന് ഒരു നോമിനേഷൻ അനീഷ് കൊടുക്കുന്നുണ്ട്. ശൈത്യ ശരത്തിനെയാണ് പറയുന്നത് ഇന്നലത്തെ ആ ഒരു തെറി. അക്ബറിനെ പറയുന്നുണ്ട്, അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു. ബിന്നി അനീഷിനെയാണ് പറയുന്നത് മറ്റേ സ്വേച്ഛാധിപതി ടാസ്കിൻ്റെ ഭാഗമായിട്ടുള്ള പോയിന്റ് നേടുന്ന ആക്ടിവിറ്റിയിൽ അനീഷ് മാനിപ്പുലേഷൻ കാണിച്ചു, ഉറങ്ങി, പിന്നീട് പുറത്തു വന്ന് വേറെ രീതിയിൽ പറഞ്ഞു. ഷാനവാസിനെ പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ചേർന്നിട്ടുള്ളൊരു ഗെയിമൊക്കെയാണ് ഷാനവാസ് കളിക്കുന്നത്, ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു എന്നുള്ള രീതിയിൽ. ഒനിയിൽ അപ്പാനിയെ പറയുന്നു തെറിയുടെ ആ ഒരു കാര്യം. അതിനുശേഷം റെനയെ പറയുന്നു. അത് പിന്നെ ഒനിയിലും റെനയും വന്നപ്പോൾ തൊട്ട് അങ്ങനെയാണ്.
അപ്പാനി ശരത്ത് പറയുന്നത് അനീഷിനെയാണ്. അനീഷ് ആ ഒരു ടാസ്ക് ചെയ്ത കാര്യവുമായി ബന്ധപ്പെട്ടതിനെയാണ് അപ്പാനി നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നീട് ഷാനവാസിനെ പറയുന്നു, ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നില്ല, വല്ലാതെ അഗ്രസീവായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. ആദിൽ അപ്പാനിയെ പറയുന്നു, ഇന്നലത്തെ ആ ഒരു തെറി കേസ്. രന ഫാത്തിമയെ പറയുന്നു, രനയും വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം നൂറ വരുന്നു, രന ഫാത്തിമയെ പറയുന്നു, അപ്പാനിയെ പറയുന്നു. അക്ബർ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, ടാസ്കുമായി ബന്ധപ്പെട്ടാണ്. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു, ഭയങ്കര അഗ്രഷനാണ്, ആക്രമണ സ്വഭാവമാണ് എന്നുള്ള രീതിയിൽ. ആര്യൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു, ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു, ഷാനവാസ് ശരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു, അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഇവരുടെ എല്ലാം കാരണങ്ങൾ ഏകദേശം സെയിം ആണ് കേട്ടോ. അനുമോൾ അക്ബറിനെയും റെനയും നോമിനേറ്റ് ചെയ്യുന്നു, അഭിലാഷ് അക്ബറിനെയും റെനയും നോമിനേറ്റ് ചെയ്യുന്നു, റന ഫാത്തിമ ശരത്തിനെയും ഷൈത്തിയെയും നോമിനേറ്റ് ചെയ്യുന്നു, പ്രണവ് ശൈത്യയും റെനയെ നോമിനേറ്റ് ചെയ്യുന്നു. അവരൊക്കെ പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് വന്ന ആളുകളാണ്. അപ്പോൾ ശൈത്യം റെനയെ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മളുടെ അതേ കാരണങ്ങളൊക്കെ തന്നെയാണ്. ശൈത്യ ഗെയിമിൽ അത്ര ആക്റ്റീവ് അല്ല, റെനയുടെ ആ ഒരു എന്താ പറയുന്നത്, ഈ അടുപ്പിക്കൽ, അനാവശ്യമായിട്ട് ഇടപെടൽ എന്നീ കാര്യങ്ങൾ. ജിസേൽ അനീഷിനെയും അതേപോലെ തന്നെ ഷൈത്യയും നോമിനേറ്റ് ചെയ്യുന്നു, ജിഷിൻ ഷൈത്യയും അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു, ലക്ഷ്മി ഷൈത്യയും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. കൃത്യമായിട്ട് ലക്ഷ്മി പോയിന്റുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മസ്താനി ഷാനവാസിനെയും അപ്പാനിയെയും നോമിനേറ്റ് ചെയ്യുന്നു, നെവിൻ ഷാനവാസിനെയും ശരത്തിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ആളുകൾ കോമൺ ആയിട്ട് പറഞ്ഞ കാരണങ്ങളെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണയൊക്കെ കൊടുത്തിട്ടാണ് ഓരോ ആളുകളുടെ പേരുകൾ പറയുന്നത്. ശൗര്യ ചോർച്ച എന്നൊക്കെയുള്ള കാരണം അനീഷിൻ്റെ പേരിൽ ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻ്റ് എന്നീ കാര്യങ്ങൾ പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത ശൈത്യ. അതേപോലെ തന്നെ നമ്മുടെ അക്ബറിനെ കുറിച്ചിട്ട് പിറകെ നടക്കുക, അഗ്രഷൻ കാണിക്കുക, ഇറിറ്റേറ്റ് ചെയ്യുക എന്നീ കാരണം. അതിനുശേഷം ഷാനവാസിനെ കുറിച്ചിട്ട് ആക്രമണ സ്വഭാവം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നു. ഡബിൾ മീനിങ് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന റെന ഫാത്തിമ എടുത്ത് പറയുന്നു. മോശം പ്രകടനം, ഗ്രൂപ്പ് കളി എന്നിവയുടെ പേരിൽ അപ്പാനിയെ നോമിനേറ്റ് ചെയ്യുന്നു. വൈൽഡ് കാർഡുകളല്ലാത്ത എല്ലാ ആളുകളും ഈ ആഴ്ച നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം അനുമോളും ജിസേലും ജയിലിൽ പോയി കിടക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനം പറഞ്ഞ ആദ്യഘട്ടത്തിൽ ചെറിയ സ്വാരസ്യങ്ങളൊക്കെ പ്രകടമായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അതൊക്കെ സെറ്റായി. ലിപ്സ്റ്റിക്ക് വേണോ എന്നുള്ളൊരു ചോദ്യത്തിൽ വൻ വിഷയമാകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്താണെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സംഭവം ഏകദേശം അവർ തമ്മിൽ പറഞ്ഞ് ഒപ്പിച്ചു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവർക്കിടയിൽ ഒരു അലമ്പ് വെക്കേണ്ട സാഹചര്യമൊന്നുമില്ല, കാരണം വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നാളെ തൊട്ട് വേറൊരു മൂഡിലേക്കായിരിക്കും, ഇപ്പം തന്നെ വേറൊരു മൂഡിലേക്കാണ് ഗെയിം നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഏകദേശം സെറ്റായെന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്, ഒത്തിരി ലെങ്തിയാണ്. ഈ ബിഗ് ബി പ്ലസും കൂടെ കണ്ടിട്ട് റിവ്യൂ പറയാൻ പോയി കഴിഞ്ഞാൽ ഇത് ഒരു 1.5 മണിക്കൂറിൻ്റെ പരിപാടി എടുക്കും. എല്ലാ കാര്യങ്ങളും എടുത്തു പറയാതെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കണക്റ്റ് ആവത്തും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. മൊത്തത്തിൽ പറയാൻ പറ്റുന്ന കണ്ടൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ ഡീൽ ചെയ്യാം. ഓരോ ഇഷ്യൂസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവം കുറച്ചും കൂടെ പറയാൻ പറ്റും. ഇത് ഇത്തിരി ടഫാണ്. ഏതായാലും ബി ബി പ്ലസ് കണ്ടു നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ സംഭവങ്ങളൊക്കെ ഉണ്ട് പറയേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. കാരണം അല്ല എന്നുണ്ടെങ്കിൽ പല ആളുകൾക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത്രയധികം സംഭവങ്ങളുണ്ട്, അത്രയധികം ആൾക്കാരുണ്ടല്ലോ. കുറച്ച് പേരെ എങ്ങനെയും പറഞ്ഞു വിട്ടു, ഒരു 5 പേരെ പറഞ്ഞുകൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഇത് ശരിയാവത്തുള്ളൂ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ പ്രതീക്ഷകൾ പറയുക. നന്ദി.